അസ്സലാമു അലൈക്കും മർഹബൻ ബിക്കും യാ തുല്ലാബി അൽ അയ്സ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA അറബിക്കിൽ 01 DC കോർ പേപ്പറായ ബേസിക് അറബിക് സ്ട്രക്ചർ എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം. ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിംഗ് ലാംഗ്വേജ് സ്ട്രക്ചർ 01 എന്ന ബ്ലോക്കിലെ അൽ ജുംല എന്ന ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. UN അംഗീകരിച്ച ഔദ്യോഗിക 6 ഭാഷകളുടെ കൂട്ടത്തിൽ 1973 അറബി ഭാഷയും UN അംഗീകരിച്ചിട്ടുണ്ട്. ലോകത്തെ ഏകദേശം 400 മില്യൺ ജനങ്ങൾ അവരുടെ ഔദ്യോഗിക ഭാഷയായി സംസാരിക്കുന്ന ഭാഷയാണ് അറബി ഭാഷ. ലോകത്ത് വിവിധതരം ഭാഷാ ഫാമിലികളുണ്ട്. അങ്ങനെ ആഫ്രോ ഏഷ്യൻ ഭാഷകളിൽപ്പെട്ട സെമിറ്റിക് ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് നമുക്ക് കാണാൻ കഴിയും. എല്ലാ ഭാഷയുടെയും അടിസ്ഥാനപരമായ ധർമ്മം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, അഥവാ ആശയവിനിമയം. നമ്മുടെ ഇവിടുത്തെ ഒന്നാമത്തെ യൂണിറ്റ് അൽ ജുംല എന്നതാണ്. അതിൽ നമ്മൾ പ്രധാനമായും അതിൽ പഠിക്കുന്നത് കലിമത്ത് വ അൻവാഉഹ, ഇസ്മ്, ഫിഅല്, ഹർഫ്, പദങ്ങളും അതിൻ്റെ ഇനങ്ങളും, അവയിലെ 3 ഇനങ്ങളായ ഇസ്മ്, ഫിഅല്, ഹർഫ് എന്നിവയെക്കുറിച്ചും, അൽ ജുംല മുഫീദ അഥവാ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ്, ഒരു വാക്യം എങ്ങനെയാണ് അറബിയിൽ രൂപീകരിക്കുക എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ അക്സാമുൽ ജുംലത്തുൽ മുഫീദ, ജുംലത്തുൽ മുഫീദയുടെ വിഭാഗങ്ങളെയും നമ്മൾ ഈ പാഠത്തിൽ, ഈ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. നമ്മളിനി ഒന്നാമത്തെ ഡിസ്കഷനായ കലിമത്തിൻ വ അൻവാഉഹ എന്ന ഡിസ്കഷൻ പാർട്ടിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. യംഷി അഹ്മദ് ഇല സൂഖ്. രണ്ടാമത്തേത് അൽ ഉസ്ഫൂറു ഫിൽ ഖഫസ്. ദെൻ അൽ-ളുറൂഫു ഖാസിയത്തുൻ. സാഫറ മുഹമ്മദുൻ ഇലാ ദുബൈ. റജഅ അൽ ഉമ്മാലു മിനൽ മസ്നഅ. ഇങ്ങനെ 5 ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഓരോ ഉദാഹരണങ്ങളും ഓരോ വാക്യങ്ങളാണ്. ഈ ഓരോ സെൻറ്റൻസുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പല വിധത്തിലുള്ള കലിമാത്തുകൾ കൊണ്ടാണ്, അഥവാ പദങ്ങൾ കൊണ്ട്. അങ്ങനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഉദാഹരണത്തിലെ ഓരോ സെൻറ്റൻസുകളും വിവിധങ്ങളായ കലിമത്തുകൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ് എന്ന് കാണാൻ കഴിയും. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഓരോ കലിമത്തുകളും ഓരോ പദങ്ങളും എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അഥവാ ഏതൊക്കെ തരത്തിലുള്ള കലിമത്തുകളാണ്, പദങ്ങളാണ് അറബി ഭാഷയിൽ ഉള്ളത് എന്നതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കലിമത്തിൻ്റെ ഇനങ്ങളെ പരിചയപ്പെടാം. അൻവാഉൽ കലിമ സലാസത്തുൻ. കലിമത്തിൻ്റെ ഇനങ്ങൾ 3 എണ്ണമാണ്. ഒന്നാമത്തേത് ഇസ്മ. ഇസ്മ എന്നാൽ നാമം. രണ്ടാമത്തേത് ഫിഅല് അഥവാ വെർബുകൾ. മൂന്നാമത്തേത് ഹർഫ് അഥവാ പ്രിപ്പോസിഷൻസ്. ഈ 3 ഘടകങ്ങൾ കൂടിച്ചേരുന്നതാണ് അറബിയിലെ കലിമാത്തുകൾ എന്ന് പറയുന്നത്. അറബിയിലെ മുഴുവൻ വാക്യങ്ങളെയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ 3 തരത്തിലുള്ള കലിമത്തുകൾ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് കലിമത്തിൻ്റെ ഓരോ ഇനങ്ങളെയും പ്രത്യേകമായി പരിചയപ്പെടാം. ഒന്നാമത്തേത് അൽ ഇസ്മ. നൗണ് എന്നും നാമമെന്നും മലയാളത്തിലും നമുക്കതിനെ വിശദീകരിക്കാം. മ ദല്ല അലൽ ഇൻസാനി ഔ മഖാനിൻ ഔ ഹയവാനി ഔ നബാത്തിൻ ഔ ജമാദിൻ. അഥവാ ഇസ്മ അഥവാ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യനെ സൂചിപ്പിക്കുന്നതോ, ഒരു സ്ഥലത്തെ കുറിക്കുന്നതോ, ഒരു ഹയവാൻ മൃഗത്തെ കുറിക്കുന്നതോ, സസ്യത്തെ കുറിക്കുന്നതോ, അല്ലെങ്കിൽ ജമാദ് നിർജീവമായവയെ കുറിക്കുന്നതോ ആയ എല്ലാത്തരം പദങ്ങളെയും അൽ ഇസ്മ എന്ന് നമുക്ക്
നാമകരണം ചെയ്യാം. ചില ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ നേരത്തെ വായിച്ച ഉദാഹരണങ്ങളിൽ തന്നെയുള്ള ചില ഇസ്മിയായ പദങ്ങളെയാണ്, കലിമത്തുകളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അഹ്മദ്, സൂഖ്, അൽ ഉസ്ഫൂർ, ഖഫസ്, അൽ ളുറൂഫ്, മുഹമ്മദ്, ദുബൈ, അൽ ഉമ്മാൽ, അൽ മസ്നഅ്. അഹ്മദ് നമുക്കറിയാം, ഒരാളുടെ പേരാണ്. അസൂഖ് മാർക്കറ്റ്, അൽ ഉസ്ഫൂർ പക്ഷി, ഖഫസ് കൂട്, ളുറൂഫ് സാഹചര്യം സിറ്റുവേഷൻ, മുഹമ്മദ് ഒരാളുടെ പേരാണ്, ദുബൈ ഒരു സ്ഥലമാണ്, അൽ ഉമ്മാൽ പണിക്കാർ ജോലിക്കാർ, അൽ മസ്നഅ് ഫാക്ടറി. ഇതൊക്കെയും ഒരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ അല്ലെങ്കിൽ ജമാദായിട്ടുള്ള നിർജീവമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളെയോ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് എന്ന് കാണാൻ പറ്റും. അതിനാൽ തന്നെ ഇവയൊക്കെയും ഇസ്മ എന്ന് നമുക്ക് നാമകരണം ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കായിക നമുക്ക് ഒന്നുകൂടി പറയാം. മദല്ല അലൽ ഇൻസാനി മനുഷ്യനെ സൂചിപ്പിക്കുന്നതോ, ഔ മക്കാൻ സ്ഥലത്തെ സൂചിപ്പിക്കുന്നതോ, ഔ ഹയവാൻ മൃഗങ്ങളെ സൂചിപ്പിക്കുന്നതോ, ഔ നബാത്തിൻ ഔ ജമാദിൻ അല്ലായെങ്കിൽ സസ്യങ്ങളെയോ നിർജീവമായവയോ സൂചിപ്പിക്കുന്ന എല്ലാ പദങ്ങളും ഇസ്മുകളാണ്. ഇനി നമുക്ക് കലിമത്തിൻ്റെ രണ്ടാമത്തെ ഇനമായ ഫിഅൽ അഥവാ വെർബിനെ നമുക്ക് പരിചയപ്പെടാം. വെർബ് അഥവാ ഫിഅൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മ ദല്ല അല ഹദസ ഫി സമനിൻ മുഅയ്യൻ, ഒരു നിർണിതമായ സമയത്തിൽ സന്ദർഭത്തിൽ സംഭവിച്ച കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിനാണ് ഫിഅൽ അഥവാ വെർബ് കലിമത്തുകൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കാം. യംഷി, സാഫറ, റജഅ. യംഷി നടന്നു, സാഫറ സഞ്ചരിച്ചു യാത്ര ചെയ്തു, റജഅ മടങ്ങി. ഈ പദങ്ങളൊക്കെയും ഏതെങ്കിലും ഒരു സമയത്തെ സന്ദർഭത്തിലുള്ള പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. യംഷി നടക്കുന്നു, സാഫറ സഞ്ചരിക്കുന്നു യാത്ര ചെയ്യുന്നു, റജഅ മടങ്ങി. ഇവയൊക്കെയും ഒരു നിർണിതമായ മുഅയ്യനായ കാലത്തെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതിനാൽ ഇവയൊക്കെയും ഫിഅൽ എന്ന ഇനത്തിലാണ് പെടുന്നത്. അടുത്തതായി കലിമത്തിൻ്റെ മൂന്നാമത്തെ ഇനത്തെ പരിചയപ്പെടാം. അൽ ഹർഫ് അഥവാ പ്രിപ്പോസിഷൻസ്. അൽ ഹർഫു മാലാ യതിമ്മു മഅനാഹു ഇല്ലാ മഅ ഗൈരിഹി. ഹർഫ് എന്നാൽ അതിന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പൂർണ്ണമായ അർത്ഥമില്ലാത്തതും മറ്റൊന്നിനോടൊപ്പം ചേരുമ്പോൾ പൂർണ്ണമായി അർത്ഥം കൈവരികയും ചെയ്യുന്ന പദങ്ങൾക്കാണ് ഹർഫ് എന്ന് പറയുക. ഇല, ഫി, മിൻ ഇവയൊക്കെയും ഹർഫുകൾക്ക് ചില ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഡിസ്കഷൻ പാർട്ടായ അൽ ജുംലത്തുൽ മുഫീദ എന്നതിനെക്കുറിച്ച് പരിചയപ്പെടാം. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അൽ ജുംലത്തുൽ മുഫീദ എന്നാൽ പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന വാക്യം അഥവാ സെൻറ്റൻസ് എന്നതാണ്. ജുംലയെ നമുക്കിങ്ങനെ പരിചയപ്പെടുത്താം. അൽ ജുംലത്തുൽ മുഫീദ ഹിയ തർക്കീബുൽ കലിമാത്തില്ലദി യുഖീദു മഅനാ താമൻ യഹ്സുനു അസ്സുഖൂതു അലൈഹി. ജുംല മുഫീദ എന്നാൽ പദങ്ങളുടെ ഒരു സങ്കലനമാണ്. പൂർണ്ണമായ അർത്ഥം കിട്ടുകയും അതിലൊരു സംശയവുമില്ലാത്ത രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി തരാനും കഴിയുന്ന പദങ്ങളുടെ ശൃംഖലക്കാണ്, സങ്കലനത്തിനാണ് അൽ ജുംല മുഫീദ എന്ന് പറയാൻ കഴിയുക. ഇനി നമുക്ക് പദങ്ങൾ കൂടിച്ചേർന്നാൽ മാത്രം ഒരു ജുംല ആകുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. കാരണം നമ്മൾ പറഞ്ഞു, പൂർണ്ണമായ അർത്ഥം കിട്ടുമ്പോൾ മാത്രമാണ് ഒരു വാക്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഉദാഹരണം പരിശോധിക്കാം. അദ്ദർജത്തുൽ ഊല ജിസ്മുൽ മരീദ് ഫി ഉത്ലത്തി സൈഫ്. ദർജത്തുൽ
ഊല ഒന്നാം സ്ഥാനം, ജിസ്മുൽ മരീൽ രോഗിയുടെ ശരീരം, ഫി ഉത്തിലത്തി സൊയ്ഫ് സമ്മർ വെക്കേഷനിൽ. ഇതിലൊക്കെ ഈ ഉദാഹരണങ്ങളിൽ നമുക്ക് പൂർണ്ണമായ അർത്ഥം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനം എന്ന് മാത്രം പറയുമ്പോൾ ആർക്കാണ്, എന്താണ് എന്ന് നമുക്ക് കൃത്യമായ പൂർണ്ണമായ അർത്ഥം നമുക്ക് ലഭ്യമാകുന്നില്ല. അപ്രകാരം തന്നെ രോഗിയുടെ ശരീരം എന്ന ജിസ്മുൽ മരീലിലും ഫി ഉത്തിലത്തി സൈഫ് സമ്മർ വെക്കേഷനിൽ എന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നില്ല എന്ന് കാണാം. എന്നാൽ നമുക്ക് അതിനെ ഇങ്ങനെ പറയാം, ഹസല നജീബ് അദ്ദർജത്തുൽ ഊല ഫിൽ ഇംതിഹാനി സനവി. നജീബിന് വാർഷിക പരീക്ഷയിൽ ഒന്നാം സ്ഥാനം ലഭ്യമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു പൂർണ്ണമായ അർത്ഥം അതിൽ നിന്ന് ലഭ്യമാകും. അപ്രകാരം തന്നെ ലഅഫ ജിസ്മുൽ മരീൽ രോഗിയുടെ ശരീരം ദുർബലമായിരിക്കുന്നു, ഉസാഫിറു ഇല ഷാരിഖ ഫി ഉത്ലത്തി സൈഫ് സമ്മർ വെക്കേഷനിൽ ഞാൻ ഷാർജയിലേക്ക് യാത്ര പോകുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് പൂർണ്ണമാർത്ഥത്തിലുള്ള ഒരു സെൻറ്റൻസായി മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അദ്ദർജത്തുൽ ഊല എന്ന് മാത്രം പറയുമ്പോൾ പൂർണ്ണമായൊരർത്ഥം അതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നില്ല. അപ്രകാരം തന്നെ ജിസ്മുൽ മരീദിലും ഫി ഉത്ലത്തി സൈഫിലും. അപ്പോൾ ജുംല മുഫീദ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന മഅന താമ്മ ആയിട്ടുള്ള സെൻറ്റൻസുകൾ മാത്രമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അൽ ജുംല ഇസ്മിയയെ നമുക്ക് പരിചയപ്പെടാം. ചില ഉദാഹരണങ്ങൾ നോക്കാം. അസ്സമാഉ മുംതിറത്തുൻ, അൽ വഫാഉ ഖുലുഖിൻ അളീം, വാലിദ് മുഹമ്മദ് തൊബീബുൻ, അൽ അസ്ലു ദവാഉൻ ലികുല്ലി ദാ. ഈ ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിലെ ഓരോ വാക്യങ്ങളും ഓരോ ജുംലകളും ആരംഭിച്ചിരിക്കുന്നത് ഒരു ഇസ്മു കൊണ്ടാണ്, അഥവാ ഒരു നൗണ് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവയെ ജുംല ഇസ്മിയ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഇതിൻ്റെ വിശദമായ പഠനം നടത്തുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ജുംലയുടെ ഇനത്തെ പരിചയപ്പെടാം. അൽ ജുംല അൽ ഫിഅലിയ, ഫിഅലിയായ ജുംല. ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. യുമാരിസു അൽ വലദു അസ്സബാഹ, യസ്താദു അർ റജുലു അസ്സമക്, അഅദ്ദത്തിൽ ഉമ്മു അത്ത്വാമ, തഅല്ലമ അത്തിൽമീദു ദുറൂസഹു. ഈ ഉദാഹരണങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇതിൽ ഒന്നാമത്തെ പദം ഒരു ഫിഅലാണ്, അഥവാ വെർബ്. അപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, ഒരു വാക്യം വെർബ് കൊണ്ട് ഫിഅല് കൊണ്ട് ആരംഭിക്കുകയാണ് എങ്കിൽ അതിനെ ജുംല ഫിഅലിയ എന്നും നമുക്ക് പറയാം. ബി എ അറബിക്കിലെ സം 1 കോർ പേപ്പറായ ബേസിക് സ്ട്രക്ചർ ഓഫ് അറബിക്, അതിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 അൽ ജുംല എന്ന യൂണിറ്റാണ് നമ്മളിതുവരെ പഠിച്ചത്. നമ്മളിതിൽ പ്രധാനമായും നോക്കിയത് പദങ്ങൾ, അതിൻ്റെ ഇനങ്ങൾ, അൽ ഇസ്മ്, അൽ ഫിഅല്, അൽ ഹർഫ് എന്നീ 3 കലിമത്തിൻ്റെ ഇനങ്ങളെക്കുറിച്ചും കലിമത്തുകളിൽ നിന്ന് എങ്ങനെയാണ് ഒരു ജുംല രൂപം കൊള്ളുന്നത് എന്നതിനെ സംബന്ധിച്ചും ജുംലയുടെ 2 ഇനങ്ങളായ അൽ ജുംല അൽ ഇസ്മിയ, അൽ ജുംല അൽ ഫിഅലിയ, ഇവയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കിയത്.